എല്ലാവർക്കും നമസ്കാരം. സിലബസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമ്മളുടെ തലതൊട്ടപ്പനായിട്ടുള്ള എന്ത് പറഞ്ഞാലും നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുള്ള ഷേക്സ്പിയർ അല്ലെ, ഷേക്സ്പിയറിന്റെ പ്രധാനപ്പെട്ട കൃതികളിലൂടെയും അദ്ദേഹത്തിനെ പറ്റി ബാക്കിയുള്ള ഓതേഴ്സ് എന്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണ്, അതിന്റെ വർഷം ഏതാണ്, അതിന്റെ അറേഞ്ച് ഓർഡർ എന്താണ്, ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് ഞാൻ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്ന കുറേ അധികം ചോദ്യങ്ങളിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുകൊണ്ട് നിങ്ങൾ സംതൃപ്തിപ്പെടണം. അടുത്തൊരു വീഡിയോയിൽ ഇനിയും ഷേക്സ്പിയറിനെ പറ്റി പറയാം. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്ന, ഞാൻ എഴുതിയ പരീക്ഷകളിൽ കണ്ടിട്ടുള്ള തരത്തിലുള്ളതും പിവൈക്കുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം സംസാരിച്ച സമയം കളയണ്ട, ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാം. ഷേക്സ്പിയറിന്റെ ഒരു ലോകം. ഒന്നാമത്തെ ചോദ്യം, ഇത് നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടായിരിക്കും. ഞാൻ ആദ്യം ആവുമ്പോഴേക്കും ചെറിയ എളുപ്പമുള്ള ചോദ്യങ്ങളും കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് ലെവലിലേക്കും മാറാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതെല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഓക്കെ, നമ്മൾ ഒരു അറിവ് നേടുന്നത് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ ജീവിതത്തിൽ മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ തരത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. ഒരു പരീക്ഷ പാസ്സായതുകൊണ്ട് നമ്മൾ ലോകമൊന്നും മാറ്റിമറിക്കാൻ പോകുന്നില്ല. എന്തായാലും നമുക്ക് തുടങ്ങാം. വിച്ച് പ്ലേ ഓഫ് ഷേക്സ്പിയർ ഇൻക്ലൂഡ്സ് ദ ഫേമസ് സോളിലോക്കി ടു ബി ഓർ നോട്ട് ടു ബി? ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന സോളിലോക്കി, ഒരാൾ സ്വന്തമായിട്ട് പറയുന്നതിനെയാണ് സോളിലോക്കി, ഒറ്റയ്ക്കിരുന്ന് പറയുന്നതിനെയാണ് സോളിലോക്കി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ സോളിലോക്കി ഏത് ഷേക്സ്പിയറുടെ കൃതിയിലാണ്, ഡ്രാമയിലാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിന് ഓപ്ഷൻ ഒന്നുമില്ല. ലിറ്ററേച്ചർ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് MCQ തരത്തിൽ ഞാനിത് പോകുന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾക്ക് ഉത്തരത്തിലേക്ക് പോവാം. ഹാംലെറ്റിലാണ് പറയുന്നത് ടു ബി ഓർ നോട്ട് ടു ബി. ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? ഇദ്ദേഹത്തിന്റെ അച്ഛനെ കൊന്ന, ഇപ്പൊ തന്റെ അമ്മയുടെ ഭർത്താവായിട്ടിരിക്കുന്ന ആളെ കൊല്ലാൻ തനിക്ക് കഴിയുന്നില്ല പല കാരണങ്ങളാൽ. പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ വാക്ക് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, കൺഫ്യൂസ്ഡ് ആയിട്ട് നടക്കുന്ന ആളാണ് നമ്മുടെ ഹാംലെറ്റ്. അപ്പൊ അയാൾ പറയുന്നതാണ് ടു ബി ഓർ നോട്ട് ടു ബി, ചെയ്യണോ ചെയ്യണ്ടയോ അറിയില്ല. അപ്പൊ ആ ഒരു കഥയിൽ നിന്നാണ് ആ ഒരു ടേം വന്നിരിക്കുന്നത്, ആ ഒരു പ്ലേയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തേതിലേക്ക് പോവാം. വിച്ച് ഷേക്സ്പീരിയൻ പ്ലേ ഫീച്ചേഴ്സ് ദ മർഡർ ഓഫ് കിങ് ഡങ്കൻ? ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി ലിറ്ററേച്ചർ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡ്രാമയാണ് അല്ലെങ്കിൽ പ്ലേ ആണ്. ഏതാണ്? മാക്ബത്ത് ആണ്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അറിയാം നമുക്ക് എന്താണ് കിങ് ഡങ്കനെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ആരാ കൊല്ലുന്നത് എന്ന് നമുക്കറിയാം. ആര് പറഞ്ഞിട്ടാ കൊല്ലുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇതിന്റെ മലയാളത്തിലെ ഒരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ഹൂ ഗീവ്സ് ദ ഫ്രഞ്ച് റോമൻസ് കൺട്രിമെൻ സ്പീച്ച് ഇൻ ദ പ്ലേ ജൂലിയസ് സീസർ? ഞാൻ വിശ്വസിക്കുന്നു ലോക പ്രശസ്തമായിട്ടുള്ള കുറച്ച് സ്പീച്ചുകൾ എടുത്താൽ അതിൽ ഏറ്റവും നല്ലൊരു സ്പീച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ജൂലിയസ് സീസറിൽ ഈ ഫ്രഞ്ച് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ ഒരു സ്പീച്ച് ആയിരിക്കും. അപ്പൊ അത് ആര് പറയുന്നു എന്നുള്ളതാണ്. അതിന്റെ സന്ദർഭം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സീസർ മരിച്ചു കിടക്കുമ്പോഴാണ് ഈ പറയുന്ന ആൾ അവിടെ വന്നിട്ട് ഈ ഒരു പ്രസംഗം നടത്തുന്നത്. അത് യൂട്യൂബിൽ അടിപൊളി വീഡിയോസ് കിടപ്പുണ്ട്, സിനിമയിൽ നിന്നുള്ളതും ഒക്കെ ആയിട്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം ഈ ഒരു സ്പീച്ചിന്റെ ഒരു ലെവൽ അറിയാൻ വേണ്ടിയിട്ട്, എത്രത്തോളം സൂപ്പർ ആയിട്ടാണ് ഷേക്സ്പിയർ എഴുതിയത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊന്നും ഒരു ചോദ്യമായിട്ട് പഠിച്ചു പോകരുത് ദയവ് ചെയ്ത്. ലിറ്ററേച്ചർ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. ചോദ്യങ്ങൾ പഠിച്ചു പോകും, പക്ഷെ ഇത് എന്താണെന്നോ ഏതാണെന്നോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, അതൊക്കെ കേൾക്കാൻ ഒരു സമയം ഉണ്ടാക്കുക. മാർക്ക് ആന്റണിയാണ് ഈ സ്പീച്ച് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള ജൂലിയസ് സീസർ മരിച്ചു കിടക്കുമ്പോഴാണ് ഈ ഒരു സ്പീച്ച് പറഞ്ഞിട്ട് അതിന് ശേഷം ബ്രൂട്ടസിനെ എല്ലാവരും കൂടെ ഓടിക്കുന്ന തരത്തിലേക്ക് ആക്കുന്നത് അദ്ദേഹത്തിന്റെ ഒറ്റ സ്പീച്ച് കൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റൈം സ്കീം ഓഫ് ഷേക്സ്പീരിയൻ സോണറ്റ്? ഏറ്റവും എളുപ്പമുള്ള ചോദ്യം, ഏറ്റവും എളുപ്പത്തിൽ തെറ്റിക്കാനും പറ്റിയ ഒരു ചോദ്യമാണ്. കാരണം പെട്രാർക്കിന്റെ സോണറ്റ്, ഈ സോണറ്റ്, അതുപോലെ വേറെ ഒന്ന് രണ്ട് സോണറ്റും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ സോണറ്റ് എല്ലാം കൂടെ വരുമ്പോഴേക്കും ഈ റൈമിംഗ് സ്കീം മറന്നു പോകരുത്. റൈമിംഗ് സ്കീമാണ് ABAB, CD CD, EFEF, GG. 14 വരിയുള്ള കവിതയാണ് സോണറ്റ് എന്നറിയാം. അത് പെട്രാർക്കിന് ശേഷം ഇംഗ്ലണ്ടിലേക്ക്, യൂറോപ്പിലേക്കൊക്കെ കൊണ്ടുവന്നത് ഷേക്സ്പിയർ ആണ്. അപ്പൊ അദ്ദേഹം ആ ഒരു സോണറ്റിനെ മാറ്റിമറിക്കുന്നുണ്ട്. ഓക്കെ,
4 വരികളുള്ള 3 ഖണ്ഡികകളായിട്ടും അല്ലെങ്കിൽ സ്റ്റാൻസുകളായിട്ടും ഒരു 2 വരി കവിതയുമായിട്ടാണ് ഷേക്സ്പീരിയൻ സോണറ്റ് വരുന്നത്. ബാക്കിയുള്ള സോണറ്റ് എങ്ങനെയായിരുന്നു? 8 വരിയും 6 വരിയും ഉണ്ടായിരുന്നു. ഇദ്ദേഹം അതിനെ 3, 4, 4, 4, 2 ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ അതും മറക്കരുത്. വാട്ട് ഈസ് ദ മീറ്റർ യൂസ്ഡ് ഇൻ ഓൾ ഓഫ് ഷേക്സ്പിയേഴ്സ് സോണറ്റ്? സോണറ്റുകളിൽ ഷേക്സ്പിയർ ഉപയോഗിച്ച മീറ്റർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എല്ലാ കവിതകളിലും എല്ലാ സോണറ്റുകളിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ മീറ്റർ ഉപയോഗിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ മീറ്റർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും പിടുത്തമുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ ഈ പേര് കേട്ടാൽ നിങ്ങൾക്ക് ഏകദേശം അറിയുന്നുണ്ടായിരിക്കും. ഏതാ? അയാംബിക് പെന്റാമീറ്റർ ആണ്. ഓക്കെ, അയാംബിക് പെന്റാമീറ്റർ ആണ് ഷേക്സ്പിയർ ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തത്, ഹൗ മെനി സോണറ്റ്സ് ഡിഡ് ഷേക്സ്പിയർ റൈറ്റ്? ഏറ്റവും എളുപ്പമുള്ള ചോദ്യം, എന്നാൽ ഏറ്റവും കൂടുതൽ എളുപ്പിക്കാൻ എന്താ പറയാ, തെറ്റിക്കാൻ എളുപ്പമുള്ള ചോദ്യം. ഏതാ? എത്ര സോണറ്റ് എഴുതിയിട്ടുണ്ട്, അതുപോലെ എത്ര സോണറ്റ് എഴുതിയിട്ടുണ്ട്, അതുപോലെ എത്ര ഡ്രാമാസ് എഴുതിയിട്ടുണ്ട്? ഡ്രാമകളുടെ എണ്ണം ഞാൻ പറഞ്ഞുതരാം, 37. എന്നാൽ എത്ര സോണറ്റുകൾ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയും. എത്ര സോണറ്റുകൾ എഴുതിയിട്ടുണ്ടായിരിക്കും? 154 സോണറ്റുകളാണ് എഴുതിയിട്ടുള്ളത്. ഇത് 2 പേർക്കായിട്ട് അഡ്രസ് ചെയ്തിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആ 2 പേര് ആരാണ് എന്നറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. ബാക്കിയുള്ളവരും കൂടെ അറിഞ്ഞോട്ടെ. എല്ലാം ഞാൻ പറയുന്നതിൽ ഒരു രസമില്ലല്ലോ. നിങ്ങളും കൂടെ എന്തെങ്കിലുമൊക്കെ സഹകരിച്ചാൽ നന്നായിരിക്കും. അടുത്തത്, ഇൻ ദ ടെമ്പസ്റ്റ്, അതായത് ടെമ്പസ്റ്റ് എന്ന് പറയുന്ന നാടകത്തിൽ, ഹൂ ഈസ് പ്രോസ്പെറോസ് സെർവൻറ്റ് ആൻഡ് എ നേറ്റീവ് ഓഫ് ദ ഐലൻഡ്? അവര്, നിങ്ങൾക്ക് കഥ അറിയുന്നുണ്ടായിരിക്കും. പ്രോസ്പെരോയും മകളും കൂടെ ഒരു ഐലൻഡിൽ വന്ന് കയറുകയാണ്. അയാളെ ചതിച്ച് പുതിയൊരു ഐലൻഡിലേക്ക് കൊണ്ടുവിടുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് എന്തായിരിക്കും? കുറച്ച് ഭൂതങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റീരിയസ് പവറുള്ള ആൾക്കാരാണ്. അവരെയൊക്കെ പ്രോസ്പെരോ തന്റെ മാന്ത്രിക വടി കൊണ്ട് അല്ലെങ്കിൽ മാന്ത്രികതയും കൊണ്ട് അടിമപ്പെടുത്തുകയാണ്. അതിൽ ഒരാളുടെ പേര് ആണ് ചോദിക്കുന്നത്. അയാളാണ് പ്രോസ്പെരോന്റെ സർവന്റ് ആയിട്ടുള്ളത്. എന്താണ് അയാളുടെ പേര്? ആ ഒരു ഭൂതത്തിന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. കാലിബൻ ആണ്. കാലിബൻ എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഈ കൊളോണിയലിസം ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, നിങ്ങൾ വന്നിട്ടാണ് ഞങ്ങളുടെ കൾച്ചർ നശിപ്പിച്ചത്, ഞങ്ങളുടെ ഭാഷ നശിപ്പിച്ചത് എന്നൊക്കെ പറയുന്നത് പോലെ കാലിബൻ എന്നിട്ട് അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ വന്നിട്ടാണ് നിങ്ങളുടെ ഭാഷ ഞാൻ പഠിച്ചത്, ഇപ്പൊ ഞാൻ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതും ഈ ഭാഷ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കാലിബൻ എതിർത്ത് പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. നല്ല പ്ലസന്റ് ആയിട്ട് എൻഡ് ചെയ്യുന്ന ഷേക്സ്പിയറുടെ കുറച്ച് നാടകങ്ങളിലൊന്നാണ് ഇത്, കാലിബൻ എന്ന്, അല്ല സോറി, ദ ടെമ്പസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത്, who called Shakespeare not of an age but for all time? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഇതുപോലെ ആരാണ് ഷേക്സ്പിയറെ കുറിച്ച് ഇത് പറഞ്ഞത് എന്ന് ഇഷ്ടം പോലെ പരീക്ഷകൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ആരാണ് പറഞ്ഞത്? ഇതൊരു ഏജിന്റെ ആളല്ല, ഒരു ഫുൾ ടൈം നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. കാരണം അന്ന് 1600-കളിൽ എഴുതിയ ആളാണ് ഷേക്സ്പിയർ. ഇന്ന് നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്കുക, ആരാണിത് പറഞ്ഞത്? ബെൻ ജോൺസൺ ആണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കണം, സാമുവൽ ജോൺസൺ അല്ല. സാമുവൽ ജോൺസൺ ആരാ? ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യമായിട്ട് ഏറ്റവും വലിയ ബൃഹത്തായിട്ടുള്ള നമ്മുടെ ഡിക്ഷണറി എഴുതിയ ആളാണ് ആര്? സാമുവൽ ജോൺസൺ എന്ന് പറയുന്നത്. 8-9 വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് 40,000 50,000-ഓളം വേർഡുകൾ ചേർത്തിട്ടാണ് സാമുവൽ ജോൺസൺ ഡിക്ഷണറി എഴുതുന്നത്. അതും ഒരു ചോദ്യമായി കണ്ടിട്ടുണ്ട്. ഇവിടെ ഷേക്സ്പിയറെ പറ്റി പറയുന്നത് ബെൻ ജോൺസൺ ആണ്. അടുത്തത്, ഹു ഇസ് ദ 19th century romantic poet who called ഷേക്സ്പിയർ? ഷേക്സ്പിയറിനെ 19-ാം നൂറ്റാണ്ടിലെ ഒരു റൊമാൻറ്റിക് പോയറ്റ്, റൊമാൻറ്റിക് ഏജ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഷേക്സ്പിയറിനെ വിളിച്ചു മേരിയാഡ് മൈൻഡഡ്. കുറെ കാര്യങ്ങൾ കുറെ തരത്തിൽ ആലോചിക്കാൻ പറ്റിയ ഒരു ബുദ്ധിയുള്ള ഒരാളാണ് ഷേക്സ്പിയർ എന്ന് ഏത് റൊമാൻറ്റിക് പോയറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം കിട്ടുമോ? റൊമാൻറ്റിക് പോയറ്റാ. അപ്പൊ റൊമാൻറ്റിസിസം എവിടുന്നാ തുടങ്ങുന്നത്? വേർഡ്സ്വർത്ത്, കോളറിഡ്ജിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്ക് നോക്കാം. ആരാ വിളിച്ചത്? കോളറിഡ്ജ് ആണ് ഷേക്സ്പിയറെ ഈ പേരിട്ട് വിളിച്ചത്, മറക്കരുത്. ഷേക്സ്പിയറിന്റെ വർക്കുകളെല്ലാം ഒരു ഫോളിയോ ആക്കുന്നുണ്ട്. പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പോലെ എല്ലാത്തിനെയും കൂട്ടിക്കെട്ടി ബൈൻഡ് ചെയ്ത് ഒറ്റ എഡിഷൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇൻ വാട്ട് ഇയർ വാസ് ദ ഫസ്റ്റ് ഫോളിയോ പബ്ലിഷ്ഡ്?
ഷേക്സ്പിയറിന്റെ വർക്കുകളുടെ ഫസ്റ്റ് ഫോളി, അതായത് അദ്ദേഹം പല വർക്കുകൾ പല രീതിയിൽ പല ടൈമിലാണ് എഴുതിയിട്ടുള്ളത്, ഇതിനെ ഒന്നിച്ചൊരു ഫോളിയോ ആക്കുന്നത്, ഒരു ബുക്കിന്റെ ഫോമിലാക്കുന്നത് എന്നാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഫോളിയോ എന്നാണ് വന്നത്, പബ്ലിഷ് ചെയ്തത് എന്നാണെന്ന് അറിയാമോ? ഇത് പഠിച്ച വേറൊരു ഉത്തരം കൂടെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. അത് ആദ്യമായി വന്നത് 1623 ഫസ്റ്റ് ഫോളിയോ വന്നത്. എന്നാൽ സെക്കൻഡ് ഫോളിയോ എന്നാ വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ലെറ്ററിനെ തിരിച്ചിട്ടാൽ മതി. 1632 സെക്കൻഡ് ഫോളിയോ വന്നത്, മാറരുത്. ഫസ്റ്റ് വന്നത് 23, സെക്കൻഡ് വന്നത് 32. ഓക്കെ, അടുത്തത്. ഹു കോൾ ഷേക്സ്പിയർ? സോ നോട്ട് ഫോർ an age but for all time. പെൻ ജോൺസൺ. സോറി, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ്. അടുത്തത് നമുക്ക് നോക്കാം. Which play features the famous line "Frailty, thy name is woman"? ചാവല്യമേ നിന്റെ പേര് സ്ത്രീ, പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ സിനിമ ഡയലോഗുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഡയലോഗൊക്കെ. നമ്മളെ ഓരോ കഥകൾ പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അന്ന് അറിയില്ലായിരുന്നു. അത് ഷേക്സ്പിയർ എഴുതിയതാണ്. അതതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ മലയാളത്തിലാക്കിയതാണ്. ചാവല്യമേ നിന്റെ പേരോ പെണ്ണ് സ്ത്രീ എന്നൊക്കെ പറയുന്ന ഒരു വരിയുണ്ട്. അപ്പൊ ചോദിക്കുന്നു, ഇത് ഏത് പ്ലേയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഏത് പ്ലേയിലാണ് ഈ വരി വന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഹാംലെറ്റിലാണ്. കാരണം എന്താ? ഹാംലെറ്റ് കാണുന്നത് എന്താ? അമ്മയുടെ സ്വഭാവമാണ്. ഓക്കെ, അതുപോലെ ഒഫീലിയയുടെ സ്വഭാവമാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇയാൾക്ക് മനസ്സിലാവുന്നില്ല ഈ ലോകത്തിലുള്ള സ്ത്രീകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന്. എന്നാൽ എല്ലാവരെയും വശീകരിക്കുന്ന രണ്ട് പെൺകുട്ടികളെയും കൂടിയാണ് അവിടെ കാണുന്നത്, അമ്മേനെയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു സന്ദർഭത്തിലാണ് പറയുന്നത് ഫ്രെയിലിറ്റി തൈ നെയിം ഈസ് വിമൻ. ഓക്കെ, അടുത്തത് നോക്കാം. Which famous Russian novelist claimed that Shakespeare is the world's greatest dramatist? ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രാമാറ്റിസ്റ്റ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഷേക്സ്പിയർ ആണ് എന്ന് പറഞ്ഞ റഷ്യൻ നോവലിസ്റ്റ് ആരാണെന്നാണ് നമ്മളെ ചോദ്യം. ആരാ? റഷ്യൻ നോവലിസ്റ്റുകൾ എത്ര പേരെ നിങ്ങൾക്ക് അറിയാം? അതൊന്നില്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ടൊന്ന് തപ്പി നോക്കി എത്ര റഷ്യൻ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് ഒന്ന് തപ്പി നോക്കൂ. ഓക്കെ, നമ്മളുടെ സമയം വെറുതെ കളയരുത്. റൈറ്റ്, അടുത്തത് നോക്കാം. ലിയോ ടോൾസ്റ്റോയ് ആണ് പറഞ്ഞത് ഇദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രാമാറ്റിസ്റ്റ് എന്ന്. അടുത്ത ചോദ്യം. വിച്ച് ക്യാരക്ടർ ഫ്രം ഹാംലെറ്റ് ഈസ് റെഫറൻസ്ഡ് ഇൻ T.S. Eliot's poem ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രുഫ്രോക്ക് എന്ന് പറയുന്ന ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രുഫ്രോക്ക് എന്ന് പറയുന്ന കവിതയിലെ T.S. Eliot നമ്മുടെ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിലെ എന്ന് പറയുന്ന പ്ലേയിലെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആരാണ്, ആ ക്യാരക്ടർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർക്കുന്നുണ്ടോ? വളരെ രസകരമായിട്ടാണ് തുടങ്ങുന്നത്. When the evening is spread out against the sky like a patient is raised upon a table എന്ന് പറയുന്ന രണ്ടുപേരും ഞാൻ പറഞ്ഞു. എന്താണ് അതിന്റെ തുടക്കത്തിലെ വരി? Let us go, you and I, when the evening is spread out against the sky like a patient is raised upon a table. എന്ത് രസമായിട്ടുള്ള കവിതയാണെന്നറിയോ? പോട്ടെ, അത് നമുക്ക് വേറെ നോക്കാം. അപ്പോൾ ഹാംലെറ്റിനെ റെഫറൻസ് ചെയ്തിട്ടുള്ള ഏത് കഥാപാത്രമാണ് ഈ കവിതയിൽ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏത് കവിതയാണ്, ഏത് കഥാപാത്രമാണ്? ഒന്നും പേടിക്കണ്ട, അത് തന്നെയാണ് പ്രിൻസ് ഹാംലെറ്റ് തന്നെയാണ് കവിതയിൽ വന്നിട്ട് ആകെ കുഴഞ്ഞു കൂടിയിരിക്കുന്ന ആള്. ഓക്കെ, മറക്കരുത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് നോവൽ ബൈ ചാൾസ് ഡിക്കൻസ്, ചാൾസ് ഡിക്കൻസിന്റെ ഒരു നോവലിൽ ഫീച്ചേഴ്സ് എ തിയേറ്ററിക്കൽ പെർഫോമൻസ് ഓഫ് ഹാംലെറ്റ്? അത് ഏത് നോവലിലാണ് ഹാംലെറ്റിന്റെ ഒരു പ്ലേ കാണുന്നത്? അതായത് ഒരു നോവല് ചാൾസ് ഡിക്കൻസ് എഴുതിയിട്ടുണ്ട്, ആ പ്ലേയില് ആ നോവലില് ഷേക്സ്പിയറിന്റെ ഒരു നാടകം പരാമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പ്ലേ ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഏതാണ് നോവൽ എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് നോവൽ? എന്തെങ്കിലും പിടുത്തുണ്ടോ? ചാൾസ് ഡിക്കൻസിന്റെ എത്ര നോവൽ നിങ്ങൾക്ക് അറിയാം? അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് തന്നെയാണ് കേട്ടോ. നോവൽസ് ചോദിക്കാറുണ്ട്, അതിലെ ക്യാരക്ടേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പൊ മറക്കരുത്, ഈ ചോദ്യം മാത്രമായിട്ട് പോയി പഠിച്ച് കിടന്നുറങ്ങരുത്. പകരം എന്ത് ചെയ്യുക, അതൊന്ന് റെഫർ ചെയ്യാൻ പഠിക്കുക. എന്തുകൊണ്ട്, ഏത്, ഇങ്ങനെ, എന്ന്, അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോഴേ നിങ്ങൾക്കത് എന്തെങ്കിലും ഉപകാരത്തിൽപ്പെടും. ഇല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതി അത് പാസ്സാവുകയോ പാസ്സാവാതെ ഇരിക്കുകയോ ചെയ്യും. ആ ഇൻഫർമേഷൻ നമ്മളിലേക്ക് മറന്നു പോകും. ഓക്കെ, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന നോവലിലാണ് ചാൾസ് ഡിക്കൻസ്
ഹാംലെറ്റിന്റെ ഒരു റെഫറൻസ് കൊടുത്തിട്ടുള്ളത്, തിയേറ്ററിക്കൽ പെർഫോമൻസ് വരുന്നതായിട്ട് കാണിക്കുന്നത്. ഇനി അടുത്ത നോക്കാം. In which comedy do characters fall in love due to a magical potion? ഒരു ലായനി, ഒരു സൊല്യൂഷൻ, അത് മാജിക്കൽ ലായനിയാണ്. അത് കുടിച്ചത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമത്തിലാവാണ് അതിലെ ക്യാരക്ടേഴ്സ്. അപ്പൊ അതൊരു കോമഡി നാടകമാണ്. അത് ഏത് നാടകമാണ് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ പ്രേമത്തിലാവാൻ പറ്റുമെങ്കിൽ ആ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നാൽ കുറച്ച് റെഡിയാക്കാമല്ലോ, എന്നാ പിന്നെ എളുപ്പത്തിൽ പരിപാടി നടക്കുമല്ലോ, വെറുതെ ഇങ്ങനെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇത് എവിടെ വരുന്നതാ? ഷേക്സ്പിയറിന്റെ ഒരു നാടകത്തിൽ വരുന്ന, ഒരു കോമിക് നാടകത്തിൽ വരുന്ന ഒരു മാജിക്കൽ പോർഷനാണ്, അല്ലെങ്കിൽ ഒരു ലായനിയാണ്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ കിട്ടില്ല. അതിപ്പോ ഷേക്സ്പിയറിന് പോലും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അത് ഏത് നാടകത്തിലാണ് ഉള്ളത്. എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം. ഇതിന്റെ ഹിന്ദിയിൽ ഇതിന്റെ ഒരു ട്രാൻസ്ലേറ്റഡ് വേർഷൻ ഫിലിം വന്നിട്ടുണ്ട്, അഡാപ്റ്റേഷൻ വന്നിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ അല്ല, അഡാപ്റ്റേഷൻ ആയിട്ടുള്ള ഒരു ഫിലിം വന്നിട്ടുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അത് ആ ഫിലിം എന്നുള്ളത്. അപ്പൊ ഓക്കെ, നാടകമൊക്കെ കാണാൻ മടിയുള്ളവർ ആ ഫിലിം ഒന്ന് കണ്ടാലും മതി. ഫിലിം കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, ഒരു 2 മണിക്കൂർ സുഖമായിട്ട്. നാടകം വായിക്കാൻ ചിലപ്പോൾ നമ്മൾ ചടച്ചു പോകും. ഓക്കെ, അപ്പൊ 17ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് പ്ലേ റിട്ടൺ ബൈ ഷേക്സ്പിയർ? ഏറ്റവും ചെറിയ നാടകം ഏതാണ് ഷേക്സ്പിയർ എഴുതിയത്? കോമഡി ഓഫ് എറേഴ്സ്. അതാണ് ഷേക്സ്പിയർ എഴുതിയ ഏറ്റവും ചെറിയ നാടകമായിട്ട് വരുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. 18ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ഷേക്സ്പിയർസ് പ്ലേസ് വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ 1601 ആൻഡ് ഡീൽസ് വിത്ത് തീംസ് ഓഫ് റിവെഞ്ച് ആൻഡ് മാഡ്നസ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. റിവെഞ്ച് ഉണ്ട്, മാഡ്നസ്, ഭ്രാന്തുണ്ട്. ഏതാണ് ആ നാടകം? ഏത് 1601 പെർഫോം ചെയ്ത ഏത് ഷേക്സ്പിയർ നാടകത്തിലാണ് റിവെഞ്ചും മാഡ്നസും വരുന്നത്? ഇനി നിങ്ങൾ ഇന്ന് പോയിട്ട് ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ കുറിച്ച് ഒന്ന് പഠിക്കുക, ഒരു 2-3 വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. എന്നാൽ പിന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അല്ലാതെ ഈ ഒരു ചോദ്യം പഠിച്ചത് കൊണ്ട് നിങ്ങൾ കേട്ടോ സെറ്റോ പാസ്സാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ദിവസവും അറിവ് വർദ്ധിപ്പിക്കാൻ നോക്കുക. ഓക്കെ, ഡൺ. ഹാംലെറ്റ് തന്നെയാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാൾക്ക് ഹാംലെറ്റ് ആണോ, എനിക്ക് ഹാംലെറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അല്ല, എനിക്ക് എല്ലാ നാടകങ്ങളും ഇഷ്ടമാണ്. നമ്മൾ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാൻ ശ്രമിക്കുന്നത്, പറയാൻ ശ്രമിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മാത്രമുള്ളൊരു പണിയാണ്. ഇതിരുന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, arrange the following works of William Shakespeare in the order of their publication or performance year. പബ്ലിക്കേഷനോ അല്ലെങ്കിൽ പെർഫോമൻസ് ഇയറോ വെച്ച് ഈ വർക്കുകളെ ഓർഡറിലാക്കണം. ഏതൊക്കെയാണ് വർക്കുള്ളത്? ഹാംലെറ്റ് ഉണ്ട്, മാൻബത്ത് ഉണ്ട്, എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം ഉണ്ട്, ദ ടെംപെസ്റ്റ് ഉണ്ട്. ഏതാണ് ഈ നാടകങ്ങളുടെ ഒരു ഓർഡർ? ഏത് വർഷം അല്ലെങ്കിൽ പബ്ലിക്കേഷൻ വരുന്നതുകൊണ്ടാണ് ആദ്യം, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ എന്ന് പറയാൻ പറ്റുന്നത്? കിട്ടുന്നുണ്ടോ? ഇതിൽ ഒരു നാടകം നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടായിരിക്കും. ഷേക്സ്പിയറെ പറ്റി എന്തെങ്കിലും കുറച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ ഈ നാടകം എന്തായാലും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ആ നാടകത്തിന് അവസാനത്തേക്ക് ഇടാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ളതിനെ മാത്രം കുറച്ച് അറേഞ്ച് ചെയ്താൽ മതി. കിട്ടുന്നുണ്ടോ? നമുക്ക് ഉത്തരം നോക്കാം. നോക്കൂ, മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം ആണ് ആദ്യമായി, അല്ലെങ്കിൽ ആ ഒരു ഓർഡറിൽ ആദ്യം വരുന്നത്. ഹാംലെറ്റ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ 1601 വന്നു. മാൻബത്ത് 1606 വരുന്നു. ടെംപെസ്റ്റ് നമ്മളുടെ ഷേക്സ്പിയറിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കൃതിയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എന്താ? അതിലെ ഹീറോ അവസാനം അദ്ദേഹത്തിന്റെ മാന്ത്രിക വടിയും എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണക്കാക്കുന്നു ഷേക്സ്പിയർ തന്റെ മാജിക്കൽ പെന്ന് കൊണ്ടുള്ള എഴുത്ത് നിർത്തുകയാണ് എന്നുള്ള തരത്തിലാണ് അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ടെംപെസ്റ്റ് ഷേക്സ്പിയറിന്റെ അവസാനത്തെ ഒരു കൃതിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ഏതൊക്കെയാണ് അതിന്റെ കാലത്തിന്റെ ഗണനാക്രമത്തിൽ ആദ്യം വരുന്നത്, ഏറ്റവും അവസാനം വരുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും ചോദ്യങ്ങളാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഇനിയും ചോദ്യങ്ങളുമായിട്ട് വരും. നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും. എനിക്ക് ലിറ്ററേച്ചർ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്തൊരു ഇതിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്നാലാവുന്ന വിധം ഞാൻ എടുത്തുകൊണ്ട് വരാം.
അത് ക്ലാസ് ആയിട്ടോ MCQ ആയിട്ടോ ഞാൻ വരുന്നതായിരിക്കും. ഇനിയും അടുത്ത ദിവസങ്ങളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി MCQ ആയിട്ട് വരുന്നതായിരിക്കും. എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ബൈ ബൈ. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.